പ്രൈസ് ലോർഡ്. ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് ഏവരെയും യേശുനാമത്തിൽ ഞാൻ ക്ഷണിക്കുന്നു. ഇന്ന് മെയ് 1 വിശുദ്ധ സെൻറ്റ് ജോസഫിൻ്റെ ആദരണീയതയിൽ നാം ആഘോഷിക്കുന്ന ഈ ദിവസം, വർക്കേഴ്സ് ഡേ ആഘോഷിക്കുന്ന ഈ ദിവസം, അധ്വാനിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. സെൻറ്റ് ജോസഫിനെ കുറിച്ച് പറയുമ്പം ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. അദ്ദേഹം നീതിമാനായിരുന്നു, ദൈവത്തോട് അനുസരണയുള്ളവനായിരുന്നു, വിശ്വസ്തനായിരുന്നു, നസ്രത്തിലെ തിരുക്കുടുംബത്തിൻ്റെ സംരക്ഷകനായിരുന്നു. എനിക്ക് വ്യക്തിപരമായ ചില കാര്യങ്ങൾ സെൻറ്റ് ജോസഫിനെ കുറിച്ച് പറയാനുണ്ട്. ഡിവൈൻ റിട്രീറ്റ് സെൻറ്ററിൽ ഞങ്ങൾ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്തായിട്ട് സെൻറ്റ് ജോസഫ് ഉണ്ണീശോയെ വഹിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സ്റ്റാച്യു ഉണ്ട്. വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ കൂടെയുള്ള എൻ്റെ റൂംമേറ്റ് പറഞ്ഞു, വിവാഹത്തിൻ്റെ ആലോചനകളൊക്കെ നടക്കുന്ന സമയമായിരുന്നു, പക്ഷേ വിവാഹം നടന്നില്ല. പിന്നീട് അതൊരു സിസ്റ്ററായി, നൺ സിസ്റ്ററായി. ഇപ്പം പുള്ളി ജീവിച്ചിരിപ്പില്ല, മരണപ്പെട്ടുപോയി, ഒരു രോഗം ബാധിച്ച്. ആ വ്യക്തി അന്ന് എന്നോട് പറഞ്ഞു, ട്രീസ, മാരേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സെൻറ്റ് ജോസഫിനോട്, വിശുദ്ധ ഔസേപ്പ് പിതാവിനോട് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാനും പുള്ളിയും മറ്റ് വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ആ സ്റ്റാച്യുവിൻ്റെ അടുത്ത് പോയി. ഞാൻ ആദ്യം പറഞ്ഞു, സെൻറ്റ് ജോസഫ്, എനിക്ക് അങ്ങേപ്പോലുള്ള ഒരു വ്യക്തിയെ വിവാഹം കഴിക്കണം. പിന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഈശോയോട് പറഞ്ഞു, ഈശോയെ, എന്നേക്കാൾ ഉപരി, എന്നെ സ്നേഹിക്കുന്നതിലുപരി ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ എനിക്ക് വിവാഹം കഴിക്കണം. എന്നോട് വിശ്വസ്തത കാണിക്കുന്നതിലും ഉപരി ദൈവത്തോട് വിശ്വസ്തത കാണിക്കുന്ന ഒരു വ്യക്തിയെ വിവാഹം കഴിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പിന്നീട് അങ്ങനെ തന്നെ നടന്നു. എൻ്റെ വിവാഹം ഞാൻ തന്നെയാണ് നടത്തിയത്. പേടിക്കേണ്ട, ഓടിപ്പോയതൊന്നുമല്ല. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. എൻ്റെ വിവാഹത്തെക്കുറിച്ച് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു, ഒത്തിരി പേര് എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നുണ്ടെന്ന്. അത് ഒരു ഭാഗം എൻ്റെ വിവാഹത്തെക്കുറിച്ചും കൂടെയാണ്. അത് ഞാൻ പിന്നീട് എൻ്റെ ടെസ്റ്റിമണിയായിട്ട് ഞാൻ പറയുന്നതായിരിക്കും. എന്നാൽ ഇന്ന് പലരും കമൻറ്റ് സെക്ഷനിലൂടെ ഞാൻ വായിക്കുമ്പോൾ മക്കളുടെ വിവാഹം നടക്കുന്നില്ല എന്ന് വേദനിച്ച് വിഷമിച്ച് എഴുതുന്ന മാതാപിതാക്കളുടെ കുറിപ്പുകൾ ഞാൻ വായിക്കാറുണ്ട്. ചില യുവാക്കളും പറയുന്നുണ്ട്, എനിക്ക് ഇത്ര വർഷമായി എനിക്ക് വിവാഹം നടക്കുന്നില്ല. ഞങ്ങൾ ശരിക്കും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ന് നാം വിവാഹത്തിന് വേണ്ടി പല വിവാഹങ്ങളും ഇപ്പോൾ നാം കാണുന്നത് ഒത്തിരി അധികം ആർഭാടകവും, ഒരേ കളറുള്ള ഡ്രസ്സ്, ഒരേ മാച്ചിങ് കാര്യങ്ങൾ, മാച്ചിങ് തുണിത്തരങ്ങൾ എല്ലാം കൊണ്ടും വലിയ ആർഭാടകമുള്ള വിവാഹങ്ങളാണ് നാം കാണുന്നത്. ഒരു തരത്തിൽ അത് നല്ലതാണ്. കടം വാങ്ങാതെ ആണ് നിങ്ങൾ ആർഭാടകം കാണിക്കുന്നെങ്കിൽ അത് നല്ലതാണ്. വേറൊരു കമൻറ്റ് ഞാൻ വായിച്ചത് ഇപ്പോൾ ഓർക്കുന്നു. ഒരു വ്യക്തി എഴുതി, എൻ്റെ മകൻ്റെ കല്യാണത്തിന് 2.5 കോടി രൂപ ചെലവാക്കി, ഇന്ന് ഞാൻ കടത്തിൽ മുങ്ങി നിൽക്കുകയാണ്, എൻ്റെ ജോലി നഷ്ടപ്പെട്ടു, എൻ്റെ കയ്യിൽ പണമില്ല. ഇങ്ങനെ നിങ്ങൾ കടം വാങ്ങി ദയവ് ചെയ്ത് വിവാഹത്തിന് ഇത്രമാത്രം പണം ചെലവാക്കരുതേ എന്ന് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. എന്നാൽ ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന യുവാക്കളോട് മാതാപിതാക്കളായ നാം എന്താണ് ഉപദേശിച്ചു കൊടുക്കുന്നത്? വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ പോകുന്നവർക്ക് എന്ത് ക്ലാസ്സാണ് നാം കൊടുക്കുന്നത്? ഇന്ന് നാം IAS പഠിക്കണമെങ്കിൽ മറ്റ് ഏത് പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുന്നതിലും ഒത്തിരി ട്രെയിനിങ് എടുക്കാറുണ്ട്, ഒത്തിരി അധികം വിദ്യാഭ്യാസം നേടാറുണ്ട്.
എന്നാൽ ഇത് ജീവിത അവസാനം വരെ ഒരു വ്യക്തിയുടെ കൂടെ, ദൈവകൽപ്പന അനുസരിച്ചുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്, ഒരു വ്യക്തിയുടെ കൂടെ ജീവിത അവസാനം വരെ ചെലവഴിക്കാൻ എത്രമാത്രം വിദ്യാഭ്യാസവും ട്രെയിനിങ്ങും നമുക്ക് ആവശ്യമാണ്. ദൈവത്തിൽ നിന്നും ഇത് ആവശ്യമാണ്. എത്ര മാതാപിതാക്കൾ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, എത്ര യുവതി യുവാക്കൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ജീവിത അവസാനം വരെ എൻ്റെ വിവാഹം നിലനിൽക്കണം, അത് ഏറ്റവും സ്വർഗീയ അനുഭവങ്ങളോടുകൂടി ദൈവത്തോട് ചേർന്ന് നിന്ന് നസ്രത്തിലെ തിരുക്കുടുംബം പോലെ ഒരു വിവാഹം എനിക്ക് ആവശ്യമുണ്ട്. അതിനു വേണ്ട ദൈവകൃപ പ്രാപിക്കാൻ എത്ര മാതാപിതാക്കൾ മക്കളെ പഠിപ്പിക്കുന്നുണ്ട്. ഓർക്കുക, ചിന്തിക്കുക, ഇല്ല എങ്കിൽ അത് ശ്രമിക്കുക. ഇന്ന് വിശുദ്ധ യൗസേപ്പ് പിതാവിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ദൈവത്തിൻ്റെ സന്നിധിയിൽ അനുസരണമുള്ളവനായിരുന്നു. ദൈവത്തെ അനുസരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ തൻ്റെ കുടുംബത്തെ മുന്നോട്ട് നയിക്കാൻ സാധിക്കുകയുള്ളൂ. ശരിയാം വണ്ണം ദൈവികമായ രീതിയിൽ സമാധാനത്തോടെയും സന്തോഷത്തോടെയും പരസ്പര ഐക്യത്തോടെയും ഒരു കുടുംബത്തെ നയിക്കുന്ന കുടുംബനാഥൻ ഏറ്റവും അത്യാവശ്യമായ ഗുണം ദൈവത്തെ അനുസരിക്കുന്നവനായിരിക്കണം. നാം എപ്പോഴും മക്കളോട് അനുസരണമില്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിലൂടെ ഞാൻ വായിക്കാറുണ്ട്, എൻ്റെ മകൻ അനുസരണമില്ല, എൻ്റെ മകൾക്ക് അനുസരണമില്ല, സിസ്റ്ററെ ഒന്ന് പ്രാർത്ഥിക്കണേ. നാം ആലോചിക്കുക, ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവം നമ്മളെ നോക്കി എന്തായിരിക്കും പറയുന്നത്? എൻ്റെ മകൻ, എൻ്റെ മകൾ എന്നെ അനുസരിക്കുന്നില്ല. അനുസരണം എന്നാൽ കുട്ടികൾക്ക് മാത്രമുള്ളതല്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ 100 വയസ്സുള്ളവനും ഒരു കുട്ടിയാണ്, 1 വയസ്സുള്ളവരും. അനുസരണം അതൊരു ദൈവകൃപയാണ്. ദൈവത്തെ അനുസരിക്കുന്നവരുടെ കുടുംബം തീർച്ചയായും എത്ര പ്രതിസന്ധിയിലും എത്ര ദാരിദ്ര്യത്തിലും പട്ടിണിയിലും രോഗത്തിലും ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും അവർ ഒരുമിച്ച് നിന്ന് സന്തോഷത്തോടെ മുന്നോട്ട് ജീവിക്കും. ദൈവത്തെ അനുസരിക്കുന്ന ഒരു കുടുംബനാഥൻ, ഒരു കുടുംബനാഥ നമ്മുടെ വീട്ടിലുണ്ട് എങ്കിൽ തീർച്ചയാണ് ആ മക്കൾ, അടുത്ത തലമുറ അനുസരണമുള്ളവരായി മാറും. ഇന്ന് വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ ആദരണീയാർത്ഥം ആചരിക്കുന്ന ഈ ദിവസം യൗസേപ്പ് പിതാവ് ദൈവത്തെ അനുസരിച്ചു. മറിയം ഗർഭിണിയായി എന്ന് കാണപ്പെട്ടപ്പോൾ വിശുദ്ധ യൗസേപ്പ് നീതിമാനായതുകൊണ്ട് ആരും അറിയാതെ അവളെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. എന്തെന്നാൽ നീതിമാൻ എന്ന് പഴയ നിയമത്തിൽ പറയുമ്പോൾ നിയമം പാലിക്കുന്നവൻ, ദൈവ കൽപ്പന പാലിക്കുന്നവൻ നീതിമാൻ. വിശുദ്ധ യൗസേപ്പ് എല്ലാം കൊണ്ടും ദൈവ കൽപ്പന പാലിക്കുന്ന വ്യക്തിയായതുകൊണ്ട് അന്ന് സ്ത്രീകൾ വിവാഹം കഴിക്കുന്നതിന് മുൻപ് ഗർഭിണിയായി കാണപ്പെട്ടാൽ അവരെ കല്ലെറിഞ്ഞു കൊല്ലണം, സമൂഹമധ്യേ അവരെ കൊണ്ടുവന്ന് കല്ലെറിഞ്ഞു കൊല്ലണം എന്നൊരു നിയമം നിലനിൽക്കുമ്പോൾ വിശുദ്ധ യൗസേപ്പ് ആരും അറിയാതെ തൻ്റെ പ്രിയപ്പെട്ടവളെ കല്ലെറിഞ്ഞു കൊല്ലാൻ വിടാതെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ച് കാത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിന് സ്വപ്നത്തിൽ ദൈവം തൻ്റെ ദൂതനെ അയച്ചു പറഞ്ഞു, ജോസഫ്, നീ മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. അവൻ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് വിളിക്കപ്പെടും. അവൻ്റെ പേര് യേശു എന്ന് നീ പേരിടണം എന്ന് ദൈവം യൗസേപ്പിനെ അറിയിച്ചപ്പോൾ അനുസരണയുള്ള നീതിമാനായ യൗസേപ്പ് മറിച്ചൊന്നും പറയാതെ ദൈവത്തിൻ്റെ അരുളപ്പാടനുസരിച്ച് മറിയത്തോട് കാരുണ്യം കാണിച്ചു. മറിയത്തെ ശിക്ഷയ്ക്ക് വിധിക്കാതെ
മറിയത്തെ സമൂഹത്തിൻ്റെ മുൻപിൽ എറിഞ്ഞുകൊടുത്ത് അവളുടെ മാന്യതയെ കുറച്ചു കാണിക്കാതെ വിശുദ്ധ യൗസേപ്പ് പിതാവ് മറിയത്തോട് കരുണ കാണിച്ചു. ഇന്ന് വിശുദ്ധ യൗസേപ്പിനെ ആദരിക്കുന്ന ഈ ദിവസം നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ജീവിത പങ്കാളിയോട്, ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോട്, സഹോദരി സഹോദരങ്ങളോട്, കുടുംബാംഗങ്ങളോട് അവരെ സമൂഹമധ്യേ തെറ്റുകാരെന്ന് എടുത്തു കാണിച്ച് അപമാനിക്കാൻ ശ്രമിക്കാതെ പാപമുണ്ടായിരിക്കെ അവരോട് കരുണ കാണിക്കാൻ ഇന്ന് എനിക്കും നിങ്ങൾക്കും സാധിക്കുമോ? ഓർക്കുക, ഈശോ പറയുന്നത്, എൻ്റെ സ്വർഗീയ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. നന്ദിഹീനരോടും വക്രതയുള്ളവരോടും ദൈവമായ കർത്താവ് കരുണ കാണിക്കുന്നത് പോലെ നിങ്ങളും കരുണ കാണിക്കുക. ഇവിടെ വിശുദ്ധ യൗസേപ്പ് തൻ്റെ ഭാര്യയോട് കരുണ കാണിച്ചു, അവളെ സ്വീകരിച്ചു. അതിനുശേഷവും നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ യൗസേപ്പിൻ്റെ അനുസരണം. നീതിമാനായ ഒരു പുരുഷൻ, യുവാവായ വിശുദ്ധ യൗസേപ്പ് ദൈവത്തെ അനുസരിച്ച് ആ കുഞ്ഞിന് യേശു എന്ന് പേരിട്ടു. ദൈവപുത്രന് യേശു എന്ന് പേരിടാൻ, ദൈവപുത്രന് പേര് നൽകാൻ വിളിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് വിശുദ്ധ യൗസേപ്പ്. ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് വിശുദ്ധ യൗസേപ്പിന് തൻ്റെ നീതിയും അനുസരണയും കാരണം ദൈവം നൽകിയ ഒരു അനുഗ്രഹം. അതിനുശേഷം നമുക്ക് കാണാം, ഹെരോദേസ് ആ കുഞ്ഞിനെ വധിക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും ദൈവത്തിൽ നിന്നും അരുളപ്പാട്, ജോസഫ്, നീ ഈ കുഞ്ഞിനെയും കുഞ്ഞിൻ്റെ അമ്മയെയും കൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ജോസഫ് മറിച്ചൊന്നും ചോദിച്ചില്ല, ദൈവത്തെ അനുസരിച്ചു. എഴുന്നേറ്റ് ആ രാത്രിയിൽ തന്നെ അദ്ദേഹം റിസ്ക് എടുക്കാൻ തയ്യാറായി. ആ പാതിരാത്രിയിൽ ദൈവത്തെ അനുസരിക്കുന്നതിനു വേണ്ടി തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെയും കുഞ്ഞിനെയും കൊണ്ട് ആ പാതിരാത്രിയിൽ, അന്ന് ഒരു റോൾസ് റോയ്സ് എടുത്തോ അല്ലെ ഒരു ഓഡി കാർ എടുത്തോ ഓടിച്ചു പോകുന്ന ഒരു സമയമല്ല, നടന്ന് കുണ്ടും കുഴിയും എല്ലാം കയറി രാത്രി ഇരുട്ടത്ത് നടന്നു പോകേണ്ട അത്രമാത്രം ഒരു റിസ്ക് എടുത്തു വിശുദ്ധ യൗസേപ്പ്. ആ കുടുംബത്തെ നോക്കാൻ കുടുംബത്തലവനായ വിശുദ്ധ യൗസേപ്പ് ഉത്തരവാദിത്വം ഏറ്റെടുത്തു. ദൈവത്തെ അനുസരിച്ചു. ആ രാത്രിയിൽ അവിടുന്ന് പലായനം ചെയ്തു. അത് കഴിഞ്ഞ് പിന്നീട് വീണ്ടും നമുക്ക് കാണാം, ദൈവം വിശുദ്ധ യൗസേപ്പിന് വീണ്ടും സ്വപ്നത്തിൽ കൂടി സംസാരിക്കുന്നു. ഹെരോദേസ് രാജാവ് മരിച്ചു കഴിഞ്ഞു, ഇനി നീ വീണ്ടും നസ്രത്തിലേക്ക് പോവുക, ജെറുസലേമിലേക്ക് പോവുക. വീണ്ടും യൗസേപ്പ് എഴുന്നേറ്റ് ദൈവത്തെ അനുസരിച്ചു. തൻ്റെ പ്രിയപ്പെട്ട കുടുംബത്തെ കാത്തു സൂക്ഷിച്ച് വീണ്ടും ദൈവം പറഞ്ഞിടത്തേക്ക് യാത്രയായി. ഇവിടെയെല്ലാം നാം കാണുന്നത് വിശുദ്ധ യൗസേപ്പ് ദൈവത്തെ അനുസരിച്ചിരുന്ന വ്യക്തിയാണ്. ദൈവത്തെ അനുസരിക്കുന്ന വ്യക്തി നീതിമാന്മാരുടെ ലിസ്റ്റിൽ പെടും. എന്തെന്നാൽ നീതിമാൻ ഒരുത്തനേ ഉള്ളൂ, അത് ദൈവം മാത്രമേ ഉള്ളൂ. ആ ദൈവത്തെ മനുഷ്യർ അനുസരിക്കുമ്പോൾ ആ വ്യക്തി നീതിമാനായി പരിഗണിക്കപ്പെടും. ഇതുകൊണ്ട് തന്നെയാണ് അബ്രഹാമിനെ നീതിമാൻ എന്ന് കണക്കിലെടുത്തത്. അബ്രഹാം ദൈവത്തെ അനുസരിച്ചു. ഇന്ന് നമ്മുടെ കുടുംബത്തിലെ ഓരോ വിഷയങ്ങളെ നോക്കുമ്പോൾ, ഇന്ന് ഞാൻ ചില കുടുംബങ്ങളിൽ കാണുമ്പോൾ കുടുംബത്തിൽ വലിയ പരാധീനതകൾ, പരാജയങ്ങൾ, വഴക്ക്, കലഹം. എന്തുകൊണ്ട്? സംശയം. എന്തുകൊണ്ട്? ആ കുടുംബനാഥൻ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റുന്നില്ല. ആ കുടുംബത്തെ നയിക്കുന്ന വ്യക്തി കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ, കുടുംബാംഗങ്ങളെ, ജീവിത പങ്കാളിയെ, അവരുടെ പ്രശ്നങ്ങളെ എല്ലാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത്, ദൈവമേ, നീ എനിക്ക് ഏൽപ്പിച്ചു തന്ന എൻ്റെ കുടുംബത്തെ, അവരുടെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ല എന്ന് ഒരു കുടുംബനാഥൻ ദൈവ മുൻപിൽ മുട്ടുകുത്തിയാൽ
അവിടെ ആ കുടുംബത്തെ നയിക്കുന്നത് ദൈവം തന്നെയായിരിക്കും. എന്തെന്നാൽ കുടുംബം സൃഷ്ടിച്ചത് ദൈവമാണ്. സ്വർഗത്തിൻ്റെ ഒരു പ്രതിഫലനമായിട്ടാണ് ഭൂമിയിൽ കുടുംബം സ്ഥാപിക്കപ്പെട്ടത്. ഏറ്റവും വലിയ അനുഗ്രഹീതമായ ശ്രേഷ്ഠമായ ഒരു ജീവിതമാണ് കുടുംബജീവിതം. കുടുംബജീവിതത്തിൽ ദൈവമായിരിക്കണം ഒരുമിച്ച് കുടുംബാംഗങ്ങളെ നിർത്തേണ്ടത്. ഈ ഒരു ജോലി കുടുംബനാഥനാണ്. കുടുംബനാഥൻ, കുടുംബത്തെ നയിക്കുന്ന വ്യക്തി. ഒരുപക്ഷെ കുടുംബനാഥൻ മരണത്തിലൂടെ വേർപെട്ടു പോയേക്കാം. അടുത്ത കുടുംബത്തെ നയിക്കാൻ ഉത്തരവാദിത്തമുള്ള വ്യക്തി ആ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത്, എൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ, എൻ്റെ കുടുംബത്തിൻ്റെ രോഗപ്രശ്നങ്ങൾ, എൻ്റെ കുടുംബത്തിൻ്റെ മറ്റ് എല്ലാ പ്രശ്നങ്ങൾ, ദാമ്പത്യ പ്രശ്നങ്ങൾ, മക്കളുടെ പ്രശ്നങ്ങൾ, ജീവിത പങ്കാളിയുടെ പ്രശ്നങ്ങൾ എല്ലാം അത് ദൈവം അറിഞ്ഞിട്ട് അത് പരിഹരിക്കാൻ ശ്രമിച്ചാൽ ആ കുടുംബത്തിൽ എപ്പോഴും ദൈവ ചൈതന്യമുണ്ടാകും. ഒരിക്കലും ആ കുടുംബം ശിഥിലീകരിക്കപ്പെടുകയില്ല. ഇന്ന് പലർ എഴുതുന്നുണ്ട്, എൻ്റെ ഭർത്താവ് വേറൊരാളുടെ കൂടെ പോകുന്നു, എൻ്റെ ഭാര്യ വേറെ പോകുന്നു. എന്തുകൊണ്ട്? കുടുംബനാഥൻ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല. ഞാൻ ഇങ്ങനെയായിരുന്നു എൻ്റെ കല്യാണത്തിന് പ്രാർത്ഥിച്ചത്. ദൈവമേ, എന്നെ സ്നേഹിക്കുന്നതിലുപരി ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം എൻ്റെ ഭർത്താവായി വരുന്നത്. എന്നോട് വിശ്വസ്തത കാണിക്കുന്നതിലും ഉപരി ദൈവത്തോട് വിശ്വസ്തത കാണിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം എൻ്റെ ഭർത്താവായി വരുന്നത് എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന സഫലമായി. അങ്ങനെ തന്നെയുള്ള ഒരു വ്യക്തിയെ എനിക്ക് കിട്ടി. ദൈവത്തിനെല്ലാ മഹത്വവും ഞാൻ നൽകുന്നു. ഇന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് സെൻറ്റ് ജോസഫിൻ്റെ ഈ ദിവസം ആചരിക്കുമ്പോൾ ഉത്തരവാദിത്വം എടുക്കാൻ നമുക്ക് പരിശ്രമിക്കാം. നീതിമാനായ ദൈവത്തോട് ചേർന്ന് നിന്ന് അനുസരണയുള്ള വ്യക്തിയായി മാറി എൻ്റെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ പ്രശ്നങ്ങളായി കണ്ട്, എൻ്റെ ഭാര്യയുടെ പ്രശ്നങ്ങൾ എൻ്റെ പ്രശ്നങ്ങളായി കണ്ട്, എൻ്റെ മക്കളുടെ പ്രശ്നങ്ങൾ എൻ്റെ പ്രശ്നങ്ങളായി കണ്ട്, എൻ്റെ ഭർത്താവിൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ പ്രശ്നങ്ങളായി കണ്ട് അത് ദൈവത്തിൻ്റെ കയ്യിൽ കൊടുക്കുക. ദൈവമേ, മനുഷ്യന് അസാധ്യം ദൈവത്തിന് സാധ്യമാണല്ലോ. എൻ്റെ കുടുംബത്തെ നേർവഴിക്ക് കൊണ്ടുപോകാൻ, എൻ്റെ മക്കളുടെ ജീവിതത്തെ, അവരുടെ കൂട്ടുകെട്ടിനെ, അവരുടെ അഡിക്ഷൻസ്, എൻ്റെ തന്നെ അഡിക്ഷൻസ്, ഇത് കൊണ്ടുപോകാൻ എനിക്കറിയില്ല. എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബം ഇന്ന് പരാജയത്തിൻ്റെ വക്കിലാണ്. എൻ്റെ കുടുംബം തകർന്നിരിക്കുന്നു. മക്കളും മറ്റുള്ളവരെല്ലാം ഛിന്ന ഭിന്നമായിരിക്കുന്നു. ഞാൻ ഒറ്റപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഭയപ്പെടരുത്. ദൈവത്തിനെല്ലാം സാധ്യമാണ്. ഇന്ന് ഏറ്റുപറയുക, എൻ്റെ കർത്താവേ, നീ എനിക്ക് നൽകിയ കുടുംബം, ഞാൻ ആ കുടുംബത്തിൽ ഉള്ള പരാജയങ്ങളെ ഞാൻ ഏറ്റെടുക്കുന്നു. എൻ്റെ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്കുള്ള ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. ഏറ്റവും കുറഞ്ഞത് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. എൻ്റെ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അത് നല്ലതോ ചീത്തയോ പരാജയമോ വിജയമോ ആയിക്കൊള്ളട്ടെ, അതിൻ്റെ ഉത്തരവാദിത്വം കുടുംബത്തെ നയിക്കുന്ന ആ വ്യക്തി എടുത്തിട്ട് ആ ഉത്തരവാദിത്വം ദൈവത്തെ ഏൽപ്പിക്കുക. എൻ്റെ കർത്താവേ, എൻ്റെ ഞാൻ എൻ്റെ അറിവില്ലായ്മ കാരണം, എൻ്റെ തക്ക സമയത്തുള്ള മേൽനോട്ടങ്ങൾ കാരണം എൻ്റെ കുടുംബത്തെ ഞാൻ നോക്കാൻ സാധിച്ചില്ല. ഇത് ഞാൻ പറഞ്ഞപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ റൂമിൽ ഒരു 5-8 കുട്ടികൾ, പെൺകുട്ടികൾ, ഊട്ടി മെയിൻ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ വന്നു. ഡിവൈനിൽ ഒരു ധ്യാനം കൂടാൻ വന്നതാണ്. ഞങ്ങളെ കാണാനും അതിൽ 1-2 പേര് നമ്മുടെ റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 5-6 പെൺകുട്ടികൾ വന്നു. സംസാരത്തിനിടയിൽ ഒരു കുട്ടിയോട് അവളുടെ അപ്പനെക്കുറിച്ച് ഞാൻ ചോദിച്ചു. അപ്പം അവൾ പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ അപ്പൻ എനിക്കെല്ലാം തരും,
ഞാൻ ചോദിക്കുന്നതെല്ലാം എനിക്ക് എൻ്റെ അപ്പൻ തരും. എന്നാൽ എൻ്റെ അപ്പനെ എനിക്ക് തരില്ല. എൻ്റെ അപ്പനെ എനിക്ക് കിട്ടില്ല. എൻ്റെ അപ്പന് സമയമില്ല. ഞാൻ ചോദിക്കുന്ന പണം, ഞാൻ ചോദിക്കുന്ന കാറ്, ഞാൻ ചോദിക്കുന്നതെല്ലാം അപ്പൻ തരും. ഈ ലോകം മുഴുവൻ കറങ്ങാനുള്ള പൈസ തരും. എന്തു വേണോ ചെയ്തോ. പക്ഷെ അപ്പനെ തരില്ല. ഇവിടെയാണ് പല കുടുംബങ്ങളിലും പരാജയങ്ങൾ സംഭവിക്കുന്നത്. പണത്തിന് വാങ്ങാൻ കഴിയുന്നതല്ല അപ്പനെ. മറ്റൊരു ചെറിയ ഉദാഹരണം എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പറയാം. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയം എൻ്റെ സ്വന്തം അപ്പൻ തിരുവല്ല പുഷ്പഗിരി ഹോസ്പിറ്റലിൽ അസുഖമായി അഡ്മിറ്റായി. ഞാൻ 1 മാസത്തെ ലീവ് എടുത്ത് ഹോസ്പിറ്റലിൽ വന്നു. എൻ്റെ മമ്മി നേരത്തെ മരിച്ചു പോയതാണ്. അപ്പം എൻ്റെ ഓഫീസിൽ ആർക്കും ഒരാഴ്ചയിൽ കൂടുതൽ ലീവ് കൊടുക്കുകയില്ല. എന്നാൽ എനിക്ക് അവർ തന്നു. കാര്യം എൻ്റെ ജോലിയെല്ലാം ഏകദേശം തീർത്തു വെച്ചു. എനിക്ക് അവർ 1 മാസത്തെ ലീവ് തന്നു. ഞാൻ റിട്ടേൺ ടിക്കറ്റും എടുത്തു വെച്ചു. എൻ്റെ വീട്ടിൽ നിന്ന് തിരുവല്ല പുഷ്പഗിരി ഹോസ്പിറ്റലിലേക്ക് ഏകദേശം 30 കിലോമീറ്റർ ഉണ്ട്. റിട്ടേൺ പോകേണ്ട ദിവസം തലേന്ന് എൻ്റെ ടിക്കറ്റും ബാക്കി കാര്യങ്ങളെല്ലാം വീട്ടിൽ നിന്ന് എടുക്കാനായി 2 മണിക്കൂർ എൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ വീട്ടിലേക്ക് മാറി നിന്നു. ഈ 30 ദിവസവും എൻ്റെ ഫാദറിൻ്റെ കൂടെ, എൻ്റെ ഡാഡിയുടെ കൂടെ ആ ഹോസ്പിറ്റലിൽ ഞാനുണ്ടായിരുന്നു. രാവും പകലും. ഭക്ഷണം ജോലിക്കാർ കൊണ്ടുതരും, ഇല്ലെങ്കിൽ ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിക്കും. ആ 30 ദിവസവും എൻ്റെ അപ്പൻ്റെ കൂടെ ഞാൻ ശുശ്രൂഷയ്ക്കുണ്ടായിരുന്നു. കാര്യം അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എനിക്ക് കൂടുതൽ അറിയാവുന്നതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ സഹായിക്കാൻ പറ്റി. അവസാന ദിവസം എനിക്ക് പോകേണ്ട ദിവസം വന്നപ്പോൾ ഞാൻ ആ ടിക്കറ്റും എൻ്റെ ബാഗും എല്ലാം എടുക്കാൻ 2 മണിക്കൂർ ഒന്ന് വീട്ടിലേക്ക് പോയി ഒന്ന് ഫ്രഷായി തിരിച്ചു വരാമെന്ന് കരുതി 2 മണിക്കൂർ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പം ഡാഡിയുടെ വിസിറ്റേഴ്സ് പറഞ്ഞു, മോനെ അപ്പച്ചന് ഭയങ്കര വിഷമമായിരുന്നു. അതെന്തു പറ്റി? ഡാഡി തന്നെ എന്നോട് പറഞ്ഞത്, മോനെ ഒരാഴ്ച കൂടെ പോയി ഓഫീസിൽ പോയി എല്ലാ കാര്യങ്ങളും ഒന്ന് സെറ്റിലാക്കി വാ. കാര്യം ഓഫീസിൽ നിന്ന് തെരുതെരെ ഫോൺ വരുന്നുണ്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കാൻ. അപ്പം ഡാഡി തന്നെ പറഞ്ഞു, നീ ഒരാഴ്ച പോയി എല്ലാം ഒന്ന് ശരിയാക്കിയിട്ട് നീ വീണ്ടും വാ. അപ്പം ഞാൻ ഒരാഴ്ച പോയി തിരികെ വരാനിരുന്ന ആള് ഡാഡിയോട് ചോദിച്ചു, എന്തു പറ്റി? ഡാഡിക്ക് വിഷമമാണോ ഞാൻ പോകുന്നതിന്? അപ്പം എന്നോട് പറഞ്ഞു, മോനെ നിന്റെ ജോലി വലുതല്ലേ? അപ്പം ഞാൻ പറഞ്ഞു ഒരു മറുപടിയുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് ജോലി എപ്പോൾ വേണേലും കിട്ടും. ബിക്കോസ് ഞാൻ വെൽ ക്വാളിഫൈഡാണ്. എനിക്ക് ജോലി എപ്പോൾ വേണോ കിട്ടും. പക്ഷേ എനിക്ക് എൻ്റെ അപ്പനെ കിട്ടില്ല. എനിക്ക് വേറൊരു അപ്പനെ ഇനി കിട്ടില്ല. എനിക്ക് ജോലി എപ്പോൾ വേണോ കിട്ടും. ഞാൻ പറഞ്ഞു, ഡാഡിക്ക് കൂടെ ഞാനുണ്ട്, ജോലി പോകുന്നേ പോട്ടെ. എൻ്റെ ഫാദർ എന്നോട് പറഞ്ഞു, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ കൈ തലയിലോട്ട് വെച്ച് എന്നെ അനുഗ്രഹിച്ചു. കിടക്കുകയായിരുന്നു. ഞാൻ പറയുന്നത്, മക്കൾക്ക് അപ്പനെ ആവശ്യമാണ്, അപ്പന് മക്കളെയും ആവശ്യമാണ്. ഈ ഒരു ബന്ധം കുടുംബത്തിൽ പരസ്പരം ആവശ്യമാണ്. വ്യക്തികളെ ആവശ്യമാണ്. അവിടെ പണം മാത്രമല്ല ആവശ്യം. ഒരു മകൾക്ക്, ഒരു മകന് അപ്പനെ ആവശ്യമാണ്, അമ്മയെ ആവശ്യമാണ്. ഇന്ന് എന്താണ് നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കുന്നത്? ഒത്തിരി ആർഭാടകപരമായി വിവാഹം നടത്തും. എത്ര ദിവസം ആ സ്നേഹം നിലനിൽക്കും വിവാഹത്തിൽ? അത് കഴിഞ്ഞ് ഒരു ചെറിയ മിസ്റ്റേക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല, കരുണ കാണിക്കാൻ പറ്റുന്നില്ല, ഡിവോഴ്സ്. എത്ര കുടുംബങ്ങളാണ് നശിച്ചു പോകുന്നത്? എത്ര മക്കളാണ് ജീവിതം നഷ്ടപ്പെടുത്തുന്നത്? എത്ര തലമുറയാണ് അനുഭവിക്കുന്നത്? ഒരു തെറ്റായ തീരുമാനം, ഒരു കരുണ കാണിക്കാനുള്ള ഒരു മനസ്സില്ലായ്മ. ദൈവത്തോട് എൻ്റെ ഭാര്യയുടെ, എൻ്റെ മക്കളുടെ, എൻ്റെ ഭർത്താവിൻ്റെ തെറ്റുകൾ, കുറവുകൾ ഏറ്റുപറഞ്ഞ് ആ വ്യക്തിയെ ദൈവത്തിൽ കൊടുത്ത്, ദൈവത്തെ ഏൽപ്പിച്ച്, ഇനി ഞാൻ എന്ത് ചെയ്യണം എൻ്റെ കർത്താവേ എന്ന് ചോദിച്ച് അവിടെ ഒരു പരിഹാരം കണ്ടെത്തുന്നത്
കുടുംബനാഥൻ്റെ ഉത്തരവാദിത്വമാണ്. കുടുംബത്തിൽ വിശ്വസ്തത ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. ദൈവത്തോട് വിശ്വസ്തത കാണിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലും വിശ്വസ്തത കാണിക്കാൻ സാധിക്കും. ഇന്ന് നമ്മുടെ ചിന്തയെ ആത്മശോധന ചെയ്യാം. വിശുദ്ധ യൗസേപ്പ് വിശ്വസ്തനായിരുന്നു, ദൈവത്തോടും പരിശുദ്ധ മറിയത്തോടും. അയാൾ ഇടപെട്ട എല്ലാ വ്യക്തികളോടും വിശ്വസ്തത കാണിച്ചു. ഇന്ന് നമ്മുടെ ജോലിയിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ സമൂഹ ജീവിതത്തിൽ, സുഹൃത്ത് ജീവിതത്തിൽ നാം വിശ്വസ്തത കാണിക്കാറുണ്ടോ? നമ്മുടെ ജോലിയിൽ എത്രമാത്രം നാം വിശ്വസ്തരാണ്? ചിന്തിച്ചു നോക്കുക. ഇന്ന് ക്യാമറ കണ്ണ് പോലെ ദൈവത്തിൻ്റെ കണ്ണ് നമ്മെ നോക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് ശക്തിയേറിയതാണ്. ആ കർത്താവിൻ്റെ മുൻപിലാണ് നാം അവിശ്വസ്തതയെ കാണിക്കുന്നത്. എത്ര പേർക്ക് ദൈവഭയം ഇന്നുണ്ട്? വിശുദ്ധ യൗസേപ്പ് പിതാവ്, അദ്ദേഹം കഷ്ടപ്പെട്ട് ഇല്ലായ്മയിൽ അപ്രതീക്ഷിതമായ കാര്യങ്ങളാണ് വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ കുടുംബജീവിതം തുടങ്ങുന്നിടം തൊട്ട് വരുന്നത്. ഈവൻ ജീവിതം മൊത്തം അപ്രതീക്ഷിതമായ പ്രതിസന്ധികളെയാണ് വിശുദ്ധ യൗസേപ്പ് നേരിട്ടത്. അപ്പോൾ പരിശുദ്ധ മറിയത്തെ വിളിച്ച് പറഞ്ഞില്ല, നീ നിന്റെ കാര്യം പൊക്കോ, നീ വന്നതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ ഈ പ്രശ്നമെല്ലാം എന്നൊന്നും പറഞ്ഞ് അവളെ വിട്ടില്ല. ആ പ്രതിസന്ധിയുടെ മുൻപിൽ, ആ അപ്രതീക്ഷിതമായ പ്രശ്നങ്ങളുടെ മുൻപിൽ വിശുദ്ധ യൗസേപ്പ് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ മുട്ടുകുത്തി. ദൈവം സ്വപ്നത്തിൽ കൂടി അദ്ദേഹത്തിന് സംസാരിച്ചു. ദൈവത്തോട് ആലോചന ചോദിക്കുക. കുടുംബം ഒരുപക്ഷെ ശിഥിലീകരിക്കപ്പെട്ടിരിക്കാം, നിങ്ങൾ ഭയപ്പെടരുത്. ദൈവത്തിൻ്റെ മുൻപിൽ മുട്ടുകുത്തുക. കർത്താവേ, നീ തന്ന കുടുംബത്തെ നീ ആഗ്രഹിച്ചതുപോലെ എനിക്ക് നോക്കാൻ സാധിച്ചില്ല, എന്നോട് ക്ഷമിക്കണമേ. എൻ്റെ അറിവില്ലായ്മ, എൻ്റെ എടുത്തുചാട്ടം, എൻ്റെ മുൻകോപം ഏതുമായിക്കോട്ടെ, കർത്താവ് കരുണയുള്ളവനാണ്. നമ്മുടെ കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുമ്പോൾ, നമ്മുടെ ബലഹീനതയെ, ദൈവമേ എനിക്ക് പറ്റിപ്പോയി, തെറ്റുപറ്റിപ്പോയി, ഒരുപക്ഷെ എനിക്ക് ഭാര്യയോട് വിശ്വസ്തത കാണിക്കാൻ സാധിച്ചില്ല, എൻ്റെ ഭർത്താവിനോട് വിശ്വസ്തത കാണിക്കാൻ സാധിച്ചില്ല, എൻ്റെ മക്കളോട് വിശ്വസ്തത കാണിക്കാൻ സാധിച്ചില്ല. കർത്താവെ, തെറ്റുപറ്റിയത് എനിക്കാണ്. ഇനി ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ കുടുംബത്തെ എനിക്ക് നഷ്ടപ്പെടുത്താതെ ഒന്നിച്ച് സ്നേഹത്തോടെ കൊണ്ടുപോകണം. ഇനി ഞാൻ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ മുൻപിൽ ചോദിക്കുക. ഒരു തെറ്റുപറ്റുമ്പം കോടതിയിലേക്ക് ഓടാതെ, വക്കീലിനെ പോയി കണ്ട് സംസാരിക്കാതെ, ആദ്യം ദൈവത്തിൻ്റെ വക്കീലിനോട് സംസാരിക്കുക. പരിശുദ്ധാത്മാവ് നമ്മുടെ അഡ്വക്കേറ്റാണ്, സഹായകനാണ്. ആ പരിശുദ്ധാത്മാവിനോട് ചോദിക്കുക, പരിശുദ്ധാത്മാവേ, എൻ്റെ കുടുംബത്തിലെല്ലാ നാശങ്ങളും ഉണ്ടായി, നഷ്ടങ്ങളുണ്ടായി. ഇനി എൻ്റെ കുടുംബത്തെ എങ്ങനെ വീണ്ടും ഒന്നിപ്പിക്കണം? ഇന്ന് വിശുദ്ധ യോസേപ്പിനെ പോലെ നമുക്കും പ്രതിസന്ധി ഘട്ടത്തിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ, സാമ്പത്തിക തകർച്ചയിൽ ദൈവത്തെ ആശ്രയിക്കാം. വിശുദ്ധ യോസേപ്പും സാമ്പത്തികമായി ഒന്നുമില്ലാത്ത വ്യക്തിയായിരുന്നു. അദ്ദേഹം കഠിനാധ്വാനം ചെയ്താണ് ആ കുടുംബത്തെ നയിച്ചത്. ദൈവപുത്രനെ വരവേൽക്കാൻ ആ സന്തോഷം കൊണ്ട് എത്രമാത്രം യേശുവിനെ സ്വീകരിക്കാൻ, ആ മകന് വേണ്ടതെല്ലാം കൊടുക്കാൻ അദ്ദേഹത്തിനൊന്നുമില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ സ്നേഹം കൊണ്ട് ആ മകനെ നിറച്ചു. അദ്ദേഹത്തിൻ്റെ പരമാവധി ജോലി ചെയ്തു, അധ്വാനിച്ചു, ആ കുടുംബത്തെ നോക്കാൻ, ആ കുടുംബത്തോട് വിശ്വസ്തത കാണിക്കാൻ. ദൈവമേൽപ്പിച്ച കുടുംബത്തെ വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ തിരികെ കൊടുക്കാൻ അദ്ദേഹം കഠിനാധ്വാനം ചെയ്തു. ഇന്ന് വർക്കേഴ്സ് ഡേ ആചരിക്കുന്ന നമുക്കും, കർത്താവെ, എനിക്ക് പറ്റിയ പിഴവുകളെ ഏറ്റുപറഞ്ഞ് എൻ്റെ കുടുംബത്തിനു വേണ്ടി, എൻ്റെ കുടുംബത്തിൻ്റെ നിലനിൽപ്പിനു വേണ്ടി ഉത്തരവാദിത്വം എടുക്കാൻ കുടുംബത്തിൽ ഓരോ വ്യക്തിയും അവരവരുടേതായ ജോലികൾ ചെയ്യണം, അവരവരുടേതായ ഉത്തരവാദിത്വങ്ങൾ ചെയ്യണം. അപ്പോൾ ഒരു കുടുംബം നസ്രത്തിലെ കുടുംബം പോലെ ആകും. വിശുദ്ധ യോസേപ്പ് നസ്രത്തിലെ കുടുംബത്തിൻ്റെ സംരക്ഷകനായതുപോലെ ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൻ്റെ അവസ്ഥകളെ നേരിട്ടറിയാവുന്ന വിശുദ്ധ യോസേപ്പ് നമ്മുടെ കുടുംബത്തെയും സംരക്ഷിക്കാൻ
അവിടുത്തോട് വിളിച്ച് ചോദിക്കുന്ന, അവിടുത്തോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും അവിടുന്ന് സന്നിഹിതനാണ്. ഇന്ന് നമുക്ക് കർത്താവിലേക്ക് തിരിയാം. നമ്മുടെ കുടുംബത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. നമ്മുടെ ജോലിയെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവെ, വിശ്വസ്തയോടെ എൻ്റെ ജോലി ചെയ്യാൻ, എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ, എൻ്റെ കുടുംബത്തെ നോക്കാൻ വിശ്വസ്തതയുടെ പരിശുദ്ധാത്മാവിനെ തരണമേ. അനുസരണയുടെ പരിശുദ്ധാത്മാവിനെ തരണമേ. നമുക്ക് ഓരോരുത്തർക്കും വിശുദ്ധ യോസേപ്പ് പിതാവിനെ പോലെ അനുസരണയുള്ളവരാകാം, വിശ്വസ്തതയുള്ളവരാകാം, എളിമയുള്ളവനാകാം, സൗമ്യതയുള്ളവനാകാം, നീതിമാനാകാം. ഇതെല്ലാം ഉണ്ട് എങ്കിൽ നിങ്ങൾ നീതിമാനാണ് എന്ന് ദൈവം എണ്ണും. അതിനാൽ ഇന്ന് നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. പറ്റിപ്പോയ കുറവുകളെ, ബലഹീനതകളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച്, കർത്താവെ, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. നസ്രത്തിലെ തിരുക്കുടുംബം പോലെ എൻ്റെ കുടുംബത്തെ നീ കാത്തുകൊള്ളണമേ. എൻ്റെ കുടുംബത്തിൽ, എൻ്റെ കുടുംബാംഗങ്ങളിൽ വന്നുപോയ കുറവുകളെ, ബലഹീനതകളെ, മാനുഷികമായ എല്ലാ ബലഹീനതകളെയും നീ ക്ഷമിച്ച് വീണ്ടും എൻ്റെ കുടുംബത്തിൽ നിന്നകന്നു പോയവരെ ഒന്നിച്ചു കൊണ്ടുവന്ന് എൻ്റെ കുടുംബം നസ്രത്തിലെ കുടുംബം തിരുക്കുടുംബം പോലെ ആക്കി, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കുടുംബമാക്കി, പ്രാർത്ഥനയും ദൈവഭയവുമുള്ള കുടുംബമായി, സമൂഹമധ്യേ എല്ലാവരും എൻ്റെ കുടുംബത്തെ കാണുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് എൻ്റെ കുടുംബം ഒരു ദൈവത്തിൻ്റെ സാക്ഷിയായ കുടുംബമായി മാറാൻ കർത്താവെ, നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ഓരോരുത്തരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങളുടെ കുടുംബത്തിനു വേണ്ടി നീ പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളുടെ കുടുംബത്തിലെ റാണിയായി അമ്മ വാഴണമേ. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കുറവുകളെ കണ്ടുപിടിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം നിങ്ങളുടെ കുടുംബത്തെ എല്ലാ അപാകതയിൽ നിന്നും കാത്തു സംരക്ഷിച്ച്, ദൈവം നിങ്ങളുടെ കുടുംബത്തിൻ്റെ രക്ഷകനും നാഥനും സംരക്ഷകനും എല്ലാമായി ഇടയനായി നിങ്ങളോടൊപ്പം നിങ്ങളുടെ കുടുംബത്തിൽ വാഴട്ടെ. നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളും കർത്താവ് ഇടപെട്ട് അത് മാറ്റിത്തരും. വിശ്വസിക്കുക, കുടുംബത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ. God bless you.